ഹായ് വെൽക്കം എവരിബഡി വൺസ് അഗൈൻ ടു മൂൺലൈറ്റ് വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പാട്രിയോട്ട് മൂവിയുടെ റിവ്യൂ ആണ്. മൂവി കണ്ടിട്ട് വന്നു. എനിക്കിതിൽ പ്ലസ്സും മൈനസും ആയിട്ട് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറയാം. ഇതിലെനിക്ക് പ്ലസ്സും തോന്നിയത് ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇത്രയും സ്റ്റാർസ് ഉണ്ട് അതിൽ. അത് മാത്രമേ എനിക്ക് ഒരു പ്ലസ് ആയിട്ട് തോന്നിയിട്ടുള്ളൂ. ഇത്രയും സ്റ്റാർസിനെ വന്ന് ഫാൻസ് ഒരുമിച്ച് കാണുമ്പോൾ അതൊരു ചില ചില സീൻസിലൊക്കെ അതൊരു ഗൂസ് ബംസ് ആയിട്ട് തോന്നും. പിന്നെ ഇതിൻ്റെ നെഗറ്റീവ്സ് ആയിട്ട് പറയുകയാണെങ്കിൽ നെഗറ്റീവ്സ് ആണ് ഇതിന് കൂടുതലെന്ന് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റോറി അത്ര സ്ട്രോങ് അല്ല. ഫസ്റ്റ് ഹാഫ് ഓക്കെ ആണ്. പക്ഷേ സെക്കൻഡ് ഹാഫ് നമുക്ക് ഈ ഈ ഒരു മൂവി എന്നത് 3 അവർ ജേർണിയാണ്. ഈ 3 അവർ ജേർണിക്ക് നമ്മളെ ഈ തിയേറ്ററിൽ ഈ മൂവിയെ കണ്ടുകൊണ്ട് പിടിച്ചിരിക്കാനുള്ള ആ ഒരു ഗ്രാസ്പിംഗ് പവർ ഈ മൂവിക്ക് ഇല്ല. ചില സമയം നമ്മൾ ലാഗിങ് ഫീൽ ചെയ്യും. നെക്സ്റ്റ് ദ മെയിൻ തിങ് ഇസ് ദ വില്ലനിസം. ഒരു മെഗാ സ്റ്റാറിനെയും സൂപ്പർ സ്റ്റാറിനെയൊക്കെ ഇവരിങ്ങനെ കാസ്റ്റ് ചെയ്യുമ്പം അതിന് ഈക്വലായിട്ട് നിൽക്കാനുള്ള ഒരു വില്ലനെയും കൂടെ കാസ്റ്റ് ചെയ്യണമായിരുന്നു. എല്ലാവർക്കും ആക്ച്വലി റോൾസൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും വില്ലനിസം അത്ര പോരാ എന്ന് തന്നെ പറയാനും. എനിക്ക് ഇതിൽ തോന്നിയിട്ടുള്ളത് പാട്രിയോട്ട് ഇനിയും കുറച്ചുകൂടെ സ്ക്രീൻ പ്ലേയിൽ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. സ്ക്രീൻ പ്ലേ പോരാ, വില്ലനിസം പോരാ, ലാഗിങ് ഉണ്ട്. സോ ഞാൻ മൂൺലൈറ്റ് വ്ളോഗ്സിൽ നിന്ന് കൊടുക്കുന്ന സ്കോർ 7 ഔട്ട് ഓഫ് 10. ഫൈനലി പാട്രിയോട്ട് ഫെയിൽഡ്. ഓക്കെ, നമുക്കിനി അടുത്ത മൂവിക്ക് വീണ്ടും കാണാം. ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റ, ബൈ ബൈ.